എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് JB കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ എന്ന കമ്പനിയുടെ ഡീറ്റെയിൽസ് ആണ്. ഓരോ വർഷം തോറും പുതിയ മരുന്നുകളാണ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട്, അതായത് 2021 ഏകദേശം പ്രമേഹ, നെഫ്രോളജി, വൈറോളജി എന്നിവയ്ക്കായിട്ട് പുതിയ വിഭാഗങ്ങൾ കമ്പനി തുടങ്ങിയിട്ടുണ്ട്. അതുകൂടാണ്ട് 2022-23 ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ഗൈനക്കോളജി, ആൻറ്റിബയോട്ടിക് എന്നീ വിഭാഗത്തിൽ 17 പുതിയ ഉൽപ്പന്നങ്ങളുടെ കമ്പനി ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല പ്രോഫിറ്റബിൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. നമുക്കതിൻ്റെ പ്രോഫിറ്റ് റേഷ്യോ ഫണ്ടമെൻ്റൽ ഇതിലേക്കൊന്ന് പോയാൽ നമുക്ക് അറിയാൻ പറ്റും. കേട്ടോ, കമ്പനിയുടെ ROC 22.4%, നല്ലൊരു ROCയുടെ കമ്പനിക്ക് ഉള്ളത്. അതുകൂടാണ്ട് റിട്ടേൺ ഓഫ് ഈറ്റ് ROEയും ഏകദേശം 17.6, ഒരു തരക്കേടില്ലാത്ത നല്ലൊരു ഇതാണ്. ഫണ്ടമെൻ്റലി നല്ല ഇതാണ് കമ്പനി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് കമ്പനിയുടെ പ്രോഫിറ്റ് എടുത്ത് നോക്കിയാൽ കണ്ട, ഓരോ വർഷവും പ്രോഫിറ്റ് കൂടിക്കൊണ്ടേയിരിക്കുന്നു. കണ്ട, ഓരോ വർഷവും പ്രോഫിറ്റ് 218, 2018 19 306, 378, 560, 543, 600, 800 ജില്ല. അപ്പോൾ ഓരോ വർഷവും കമ്പനിയുടെ പ്രോഫിറ്റ് കൂടിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് ഷെയർ വാല്യൂവിലും അതിൻ്റെ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ ഏകദേശം 53%, 54% ഷെയർസാണ് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലുള്ളത്. ഇവിടെ കണ്ട 54% പ്രൊമോട്ടേഴ്സിന്. അതുകൂടാണ്ട് FIISും മ്യൂച്വൽ ഫണ്ടിൻ്റെ കയ്യിലും അത്യാവശ്യം ഷെയർസ് ഹോൾഡിംഗ് ഉണ്ട്. നല്ല രീതിയിൽ ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു ഷെയറാണ്. അത് വർഷത്തിൽ 2022 2 പ്രാവശ്യം ഡിവിഡൻഡ് കൊടുക്കും. അതായത് 8 രൂപയും 8 രൂപ 50 പൈസയും കൊടുത്തിട്ടുണ്ട് 2022. അതുകൂടാണ്ട് 2023, അതായത് കറണ്ട് കഴിഞ്ഞ വർഷം, ഇതിപ്പോൾ പുതിയ വർഷമായല്ല, 2023 2 പ്രാവശ്യം 8 രൂപ 50 പൈസയും 9 രൂപ 25. അപ്പോൾ 2 പ്രാവശ്യത്തോട് നല്ലതായിട്ട് ഡിവിഡൻഡ് പേ ഔട്ട് കൊടുക്കുന്ന ഒരു കമ്പനിയാണിത്. അപ്പോൾ ഇത്രയാണ് കമ്പനിയുടെ ഫണ്ടമെൻ്റൽ വശം. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഇത് മേടിക്കാനായിട്ട് കാരണം എന്നുള്ളത് പരിശോധിക്കാം. അതായത് ടെക്നിക്കൽ എന്തൊക്കെ പാരാമീറ്റേഴ്സ് നമുക്ക് ഒരു ഗ്രാഫ് വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ ഈ JB കെമിക്കൽസ് ആൻഡ് ഫാർമസിയിൽ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ കാണുവന്നിരിക്കുന്നതാണ് JB കെമിക്കൽസിൻ്റെ ഇൻട്രാഡേ ചാർട്ട്. അപ്പോൾ ഈ ഇൻട്രാഡേ ചാർട്ടിൽ നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. കണ്ട, ഇവിടെ നമ്മൾ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഈ ലൈൻ എത്ര പ്രാവശ്യം ടച്ച് ചെയ്തിട്ടുണ്ട്? ഒരു പ്രാവശ്യം ഇവിടെ കുറച്ച് നേരം ടച്ച് ചെയ്ത്, ഇവിടെ ടച്ച് 2, ഇവിടെ 3, ഇവിടെ 4 പ്രാവശ്യം ടച്ച് ചെയ്തിട്ട് അത് കയറാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു റെസിസ്റ്റൻസ്, അതായത് 1533 1550 ഇടയിൽ ഇവിടെ ഉണ്ട്. 1533 1550 ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആ റെസിസ്റ്റൻസ് വിത്ത് ഹ്യൂജ് വോള്യത്തോട് കണ്ട, ഇവിടെ ഒരു 6 മാസത്തിനിടയിൽ ഇത്രയും വോള്യം വന്നിട്ടില്ല. അപ്പോൾ ഇത്രയും വോള്യത്തോടുകൂടി ഈ ടൈമിൽ ഇത് ബ്രേക്ക് ഔട്ട് ചെയ്ത് കയറിപ്പോയി. അപ്പോൾ നല്ലൊരു ബ്രേക്ക് ഔട്ടാണ് കിട്ടിയിട്ടുള്ളത് 1533. അപ്പോൾ ചിലപ്പോൾ ഇതൊരു റീടെസ്റ്റിന് വന്നേക്കാം ചിലപ്പോൾ, പക്ഷേ എന്നാലും ഭാവിയിലേക്ക് റീടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും കയറാം. ചിലപ്പോൾ ഇവിടെ ഒരു കൺസോളിഡേഷൻ നിൽക്കുന്നുണ്ട്, ചിലപ്പോൾ അത് കൂടാണ്ട് ഇവിടെ നിന്ന് കയറി പോവാം. 2 പ്രോബബിലിറ്റിയാണ് നമ്മൾക്ക് ഇപ്പോൾ ഈ ഷെയറിൽ ഇപ്പോൾ കാണുന്നത്. ഒന്നില്ലെങ്കിൽ റീടെസ്റ്റ് ചെയ്തതിലോ, അല്ലെങ്കിൽ ഇവിടെ കണ്ട കുറച്ച് ദിവസങ്ങളിൽ ഇവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി പോകാനും മതി, അല്ലെങ്കിൽ റീടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും കയറാനും മതി. പക്ഷേ ഇതാണ് നമ്മളൊരു സപ്പോർട്ട് പോയിന്റ്. 1550 1535 നമ്മൾക്കൊരു സപ്പോർട്ട് പോയിന്റ് ആയിട്ട് ഇവിടെ ഇപ്പോൾ വർക്കാവുന്നത്. നമ്മൾ ഈ ചാർട്ടിനെ ഒന്ന് വീക്കിലേക്ക് ഒന്ന് ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്ന നമ്മൾ വീക്കിലി ചാർട്ടാണ്. ഇത് വീക്കിലി ചാർട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ നമ്മൾ നോക്കിയാൽ വ്യക്തമായിട്ട് അറിയാണ്ട ഇവിടെ ഒരു കൺസോളിഡേഷൻ ഏരിയയുടെ ഇവിടെ വന്നിട്ടുള്ളത്. ഈ കൺസോളിഡേഷൻ ഏരിയയിൽ കൊടുത്ത് കളിക്കായിരുന്നത് ഏകദേശം ഒരു 5 മാസത്തോളം ഇവിടെ ഈ റേഞ്ചിൽ കിടന്ന് കളിച്ചിട്ടാണ് വീക്കിലി ബ്രേക്ക് ഔട്ടും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ടെക്നിക്കൽ വശം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ടെക്നിക്കൽ വശം. ഒരു ബുള്ളിഷ് വ്യൂ ആയിരുന്നു ഇത്. അത് കണ്ടിട്ട് ഒരു കൺസോളിഡേഷൻ ഏരിയയിൽ കിടന്ന് കളിച്ചു. അതിനുശേഷം അപ്സൈഡിലേക്ക് ഇത് മൂവ് ചെയ്തു, ബ്രേക്ക് ഔട്ട് വിത്ത് വോള്യത്തോടുകൂടി. ഈ ഭാഗത്ത് കണ്ട നല്ലൊരു വോള്യം ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഇത് കൂടാണ്ട് ഈ ഷെയറിൽ 2 ബ്രോക്കേഴ്സ് ഇപ്പോൾ ഈ ഷെയർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. 2 ബ്രോക്കേഴ്സ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത്
ഡോളറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ബ്രോക്കർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അത് അവരുടെ ടാർഗറ്റ് പറയുന്നത് 1775 അവരുടെ ടാർഗറ്റ് പറയുന്നത് ഡോളറ്റുകാർ അവർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് അതുകൂടാണ്ട് പ്രഭുദാസ് ലീലാധാർ എന്ന് പറയുന്ന ഒരു ബ്രോക്കർ, അതായത് ഡിസംബർ 23 അവർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. ഡിസംബർ 20 അവരുടെ ടാർഗറ്റ് പറയുന്നത് 1800 അവരുടെ ടാർഗറ്റ് പറയുന്നത്. 1800 ടാർഗറ്റ് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഫണ്ടമെൻ്റലി നമ്മൾ നോക്കി. അത് കഴിഞ്ഞിട്ട് നമ്മളുടേതായ ടെക്നിക്കൽ വശം നോക്കി. അതുകൂടാണ്ട് 2 ബ്രോക്കേഴ്സ് ഈ ഷെയർസ് റെക്കമെൻഡും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആണ് ഈ JB കെമിക്കൽസ് എന്ന ഷെയറിനെ കുറിച്ച് ഞാൻ കണ്ടെത്തിയ ഒരു വിവരണം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടേതായ ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിൽ എൻട്രി എടുക്കാം. ഇതിൽ വരുന്ന ലാഭനഷ്ടങ്ങൾക്ക് ഞാനൊരു ഉത്തരവാദിയായിരിക്കില്ല എന്ന് വിനീതമായി അപേക്ഷയോടെ ഞാൻ പറയുകയാണ്. അപ്പോൾ JB കെമിക്കൽസിനെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.